രാജ് 4 കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രകടനങ്ങൾ ആശ്രാമം മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ സമാപിക്കുമ്പോൾ അതൊരു ചെങ്കടലാകും എന്ന് ഉറപ്പായും പറയാം. കാര്യം കൊല്ലം എന്ന് പറയുന്നത് പാർട്ടിക്ക് വലിയ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. അതിനുശേഷം പൊതുസമ്മേളനം ഇന്ന് ഇവന്റ്ഫുൾ ദിവസമാണ് കൊല്ലത്ത്. അരുൺ, തീർച്ചയായും ഹാഷ്മി, സിപിഎമ്മിനെ സംബന്ധിച്ച് കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം എപ്പോഴും ഊർജ്ജസ്വലമായ സ്ഥലമാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ സമ്മേളനം, മഹാസമ്മേളനം അത് ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുക എന്നതാണ് സിപിഎമ്മിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 2 ലക്ഷത്തിലധികം വരുന്ന പ്രവർത്തകർ ഈ ആശ്രാമ മൈതാനം, അത് സീതാറാം യെച്ചൂരി നഗർ എന്നറിയപ്പെടുന്ന ആശ്രാമ മൈതാനത്തേക്ക് എത്തുമെന്നാണ് സിപിഎം കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരുടെ ഒഴുക്ക്, ഈ ദൃശ്യങ്ങളടക്കം കാണാം. പല സ്ഥലങ്ങളിൽ നടക്കാം പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാക്കുക. ഓരോ സിപിഎം പ്രവർത്തകരെ സംബന്ധിച്ചും സംസ്ഥാന സമ്മേളനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. എവിടുന്ന ചേട്ടാ, എവിടുന്ന വരുന്നത്? തിരുവനന്തപുരം. പാർട്ടി സമ്മേളനം ഉഷാറാക്കാൻ വേണ്ടി അതെ. എത്ര പേരുണ്ട്? ഞങ്ങൾ 12 പേരുണ്ട്. വൈക്കത്ത് ഞങ്ങൾ 9 പേരുണ്ട്. രാവിലെ തിരിച്ച് രാവിലെ തിരിച്ചു വെളുപ്പിനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒരുപാട്. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ടാണോ സംസ്ഥാന സമ്മേളനം? ആദ്യമായിട്ടാണ് ഇവിടെ കാണാൻ വരുന്നത്. കഴിഞ്ഞ സമ്മേളനങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോഴും പാർട്ടി കോൺഗ്രസിനൊക്കെ പോയിരുന്നു. ഞങ്ങള് ഇപ്പൊ 9ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. പാർട്ടി കോൺഗ്രസിന് സംസ്ഥാന സമ്മേളനത്തിനെല്ലാം പോയിരിക്കുന്ന 9ാമത്തെ പ്രാവശ്യമാണ് ഞാൻ. പ്രതിനിധികൾ അല്ലെങ്കിൽ പോലും സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാകുക, ഒരിക്കലെങ്കിലും ഈ സംസ്ഥാന സമ്മേളനത്തിൽ എത്തുക, നേതാക്കന്മാരെ കാണുക, എന്താണ് തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതാണ് ഓരോ സിപിഎം പ്രവർത്തകരും ഇവിടേക്ക് എത്തുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സിപിഎമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്ത് പറയുന്നു, പാർട്ടിയുടെ പുതിയ നിലപാടെന്ത്, നയമെന്ത്, ഈ കാര്യങ്ങളെല്ലാം കേൾക്കുക എന്നുള്ളതാണ് ഓരോ സിപിഎം പ്രവർത്തകരുടെയും ഇക്കാര്യത്തിൽ ഇപ്പോഴുള്ള ലക്ഷ്യം. അതിനാണ് ഈ വലിയ ഒഴുക്ക് ഇവിടേക്ക് എത്തുന്നത്. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തമിഴ്നാട്ടിൽ പ്രതിനിധി, അതുപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ള പ്രതിനിധി അടക്കം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും വൈകിട്ട് 3:30 ഈ റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കുന്നത്. 5 മണിയോടെ ഈ ആശ്രാമ മൈതാനത്തേക്ക് റെഡ് വോളണ്ടിയർ മാർച്ച് എത്തും. തുറന്ന ജീപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തും. 5:30 മഹാസമ്മേളനം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പാർട്ടിയുടെ പുതിയ നിലപാട്, നയം എല്ലാം തന്നെ വ്യക്തമാക്കുന്ന സമ്മേളനത്തിൽ കൊല്ലം അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറും. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കമ്മീഷണറുടെ നേതൃത്വത്തിൽ 7 ACPമാരും 19 ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന 560 പോലീസുകാരാണ് കൊല്ലം നഗരത്തിന്റെ സുരക്ഷ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 11 മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷ്മി. അരുൺ രാജ്, വിജയകുമാർ, ശ്രീജിത്ത് എന്നിവരാണ് സിപിഎം കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകിയത്. പ്രേക്ഷകർ അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊരു അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറാൻ പോകുന്നു. നമ്മളിപ്പോൾ കണ്ട ആ വേക്കൻറ്റ് സ്പേസ്.